ഇതിനെക്കുറിച്ച് എന്താണ് മിസ്റ്റർ ഹാക്കിന് പറയാനുള്ളത്? തീർച്ചയായും BJPയുടെ കയ്യിലുള്ള ഒരു പവർഫുൾ കാർഡ് തന്നെയാണ് വർഗീയത. പക്ഷെ അതുകൊണ്ട് മാത്രം ജയിക്കാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ ഇലക്ഷനോട് തെളിഞ്ഞു. കാരണം അത്രത്തോളം പച്ചക്ക് വർഗീയതാണ് മോദി വിളിച്ചു പറഞ്ഞത്. എന്നിട്ട് വല്ലതും നടന്നോ? ഇല്ല, ഒന്നും നടന്നില്ല. ഒരു പ്രധാനമന്ത്രിക്ക് താകാവുന്നതിൻ്റെ മാക്സിമം താഴ്ന്നു. എങ്ങനെ ജയിക്കാനാണ്? നമ്മൾ തന്നെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ പോയി. ലിറ്ററിന് വില 100, 110. അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില താഴ്ന്നു നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ 100, 110. പെട്രോളിൻ്റെ വില അനുസരിച്ച് മറ്റുള്ള ദൈനംദിന സാധനങ്ങൾക്കൊക്കെ വില കൂടും. ഈ ട്രാൻസ്പോർട്ടേഷനും മറ്റ് അനുബന്ധമായിട്ട് ബന്ധപ്പെട്ട് അതിനൊക്കെ സ്വാഭാവികമായി വില കൂടുന്നതാണ്. അതേപോലെ തന്നെ രാജ്യത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സ്. നമ്മുടെ രാജ്യം ഇൻഡയറക്റ്റ് ടാക്സിൽ കൂടുതൽ റിലൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആവാൻ പാടില്ല. പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ രാജ്യത്ത് നമ്മൾ കൊടുക്കുന്ന എന്ത് സാധനമായാലും അത്രത്തോളം ഇൻഡയറക്റ്റ് ടാക്സാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്ത് തിരിച്ചു കിട്ടുന്നു? ഒന്നും കിട്ടുന്നില്ല. ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലും വിറ്റഴിക്കുന്നു. രാജ്യത്ത് എന്ത് കാര്യമുണ്ടോ